നേരത്തെ 4 റിയാലായാണ് ഫീസ് വർദ്ധിപ്പിച്ചത്. എന്നാൽ ഇത് 2 റിയാലായി പുനർനിർണയിച്ചതായുള്ള സർക്കുലർ ഇമെയിൽ വഴി ലഭിച്ചതായി രക്ഷകർത്താക്കൾ അറിയിച്ചു. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ആദ്യപാദ ഫീസ് പിഴയില്ലാതെ അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 15 ആണ്. വേനലവധിക്ക് സ്കൂൾ അടച്ചതിനാൽ ഫീസ് ഓഫീസിൽ നേരിട്ട് സ്വീകരിക്കില്ലെന്നും ഓൺലൈനായോ ATM, CDM ബാങ്ക് ട്രാൻസ്ഫർ സംവിധാനം ഉപയോഗിച്ചോ അടയ്ക്കാമെന്നും സർക്കുലറിൽ പറയുന്നു. അതേസമയം ഫീസ് 2 റിയാൽ കുറച്ചത് അംഗീകരിക്കുന്നില്ലെന്ന് രക്ഷകർത്താക്കളുടെ പ്രതിനിധികൾ പറഞ്ഞു. കഴിഞ്ഞ മാസം നടന്ന ഓപ്പൺ ഫോറത്തിൽ രക്ഷകർത്താക്കൾ രൂപം നൽകിയ സബ് കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച ശേഷം ഓപ്പൺ ഫോറം വിളിച്ച ശേഷമേ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്കൂൾ ബോർഡ് ചെയർമാൻ വിൽസൺ വി ജോർജ്, ആക്ടിംഗ് SMC ചെയർമാൻ റിട്ടയർഡ് കേണൽ ശ്രീധർ ചിതാലെ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന ഓപ്പൺ ഫോറത്തിൽ 4 റിയാൽ വർദ്ധിപ്പിച്ച നടപടി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. വേനലവധിക്ക് സ്കൂൾ അടയ്ക്കുന്നതിന്റെ തലേദിവസം തീരുമാനം അറിയിച്ചുള്ള മെയിൽ അയച്ചതിന് പിന്നിൽ രക്ഷകർത്താക്കളുടെ പ്രതിഷേധം തണുപ്പിക്കുകയാണ് ഉദ്ദേശം. രക്ഷകർത്താക്കളുടെ അനൗദ്യോഗിക കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയതായും ഇത് വൈകാതെ യോഗം ചേർന്ന് പ്രതിഷേധ നടപടി തുടരാനുമാണ് രക്ഷകർത്താക്കളുടെ നീക്കം. 2 റിയാൽ വർദ്ധിപ്പിക്കുന്നത് വഴി ഒരു കുട്ടിക്ക് ഒരു അധ്യയന വർഷം 24 റിയാൽ ട്യൂഷൻ ഫീസ് ഇനത്തിൽ വർദ്ധിക്കുക. 2-3 കുട്ടികൾ പഠിക്കുന്ന രക്ഷകർത്താക്കൾക്ക് ഇത് അമിത ബാധ്യതയാണ് വരുത്തുക. എണ്ണ വിലയിടിവിനെ തുടർന്ന് കമ്പനികൾ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ കുറയ്ക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക ബാധ്യത വരുത്തുന്ന വർധനവ് അംഗീകരിക്കാനാകില്ലെന്ന് കാട്ടിയാണ് രക്ഷകർത്താക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. അനാവശ്യ ചെലവുകൾ കുറച്ചാൽ തന്നെ നിലവിലെ ഫീസ് തന്നെ ഈടാക്കി സ്കൂളിന് മുന്നോട്ടു പോകാമെന്നും അധ്യാപകർക്ക് ശമ്പള വർധനവ് നൽകാമെന്നും കാട്ടിയാണ് രക്ഷകർത്താക്കളുടെ സബ് കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. മീഡിയ 1, മസ്കറ്റ്.